ശബരിമലയിൽ ആ വിഗ്രഹം രൂപകൽപ്പന ചെയ്തതും 18-ാം പടി രൂപകൽപ്പന ചെയ്തതും സാക്ഷാൽ അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി 2 വിഗ്രഹങ്ങളാണ് അഗസ്ത്യമുനി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒന്ന് ശബരിമലയിലും മറ്റൊന്ന് പളനിയിലും. തമിഴ്നാട്ടിൽ അഗസ്ത്യമുനിയെ ഭോഗർ എന്നും പറയപ്പെടും. അപ്പോ ആ വിഗ്രഹങ്ങൾ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നാൽ അന്ന് അഗസ്ത്യമുനി വിഗ്രഹം പണി ചെയ്തത് നവപാഷാണ ശിലയിലായിരുന്നു. അത് പളനിയിൽ ഇന്നും ആ വിഗ്രഹം തന്നെ അവിടെ നിലനിൽക്കുന്നു. ശബരിമലയിലെ ആദ്യ വിഗ്രഹം നവപാഷാണ ശിലയിലായിരുന്നു. ആ വിഗ്രഹമാണ് വർഷങ്ങൾക്ക് ശേഷം ഉദയനൻ എന്ന കൊള്ളക്കാരനാൽ നശിപ്പിക്കപ്പെട്ട് ക്ഷേത്രം തകർക്കപ്പെട്ടത്. മാത്രമല്ല ശബരിമലയും പളനിയുമായിട്ടുള്ള ഒരു വലിയ സാമ്യം എന്ന് പറയുന്നത് 2 മുഖാമുഖമാണ് ഇരിക്കുന്നത്. അയ്യപ്പസ്വാമി കിഴക്ക് ദർശനമായി അങ്ങോട്ടും, പളനി മുരുകൻ പടിഞ്ഞാറ് ദർശനമായി ഇങ്ങോട്ടും. ആ സഹോദര ഭാവമാണ്, രണ്ടുപേരും മുഖാമുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടും ശബരിമലയുമായിട്ട് ഇത്രയും വലിയൊരു ആത്മബന്ധവും വരാനുള്ള കാരണവും. അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം അയ്യപ്പസ്വാമിയുടെ ജനനം ഉണ്ടാവുന്നു. മഹിഷി നിർഗ്രഹമാണ് ജന്മോദ്ദേശം. അതായത് ബ്രഹ്മാവിൽ നിന്ന് വരം നേടി തനിക്ക് അമരത്വം വേണമെന്ന് മഹിഷി ആവശ്യപ്പെട്ടെങ്കിലും അമരത്വം നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റൊരു വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ മഹിഷി ആവശ്യപ്പെട്ടതാണ് ശൈവ വൈഷ്ണവ ചൈതന്യത്തിലുണ്ടാകുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ. മാത്രമല്ല ആ കുഞ്ഞ് ഒരു വാഴാട്ടക്കാലം 12 വർഷക്കാലം ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുകയും വേണം. ഇതൊരിക്കലും നടക്കില്ല എന്നുള്ള ധാരണയിലാണ് മഹിഷി ആ മരം വാങ്ങിയതെങ്കിലും മഹിഷിയുടെ ഉപദ്രവവും സഹിക്കാൻ വയ്യാതെ 17-14 ലോകങ്ങളിലും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ മോഹിനി വേഷമെടുത്ത് വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിന്റെ ആത്മചൈതന്യത്തോടുകൂടി ജനനമെടുക്കുകയാണ്. ശിവഭക്തനായ പന്തള രാജാവിനും വൈഷ്ണവ ഭക്തിയായ പന്തള രാജ്ഞിക്കും മകനായി 12 വർഷക്കാലം. ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ 12 വർഷം പൂർത്തിയാക്കി തൻ്റെ ജീവിത നിയോഗം പൂർത്തിയാക്കാൻ അതിനൊരു കാരണം മാത്രമാണ് പുലിപ്പാലും രാജ്ഞിയുടെ അസുഖവുമില്ല. അദ്ദേഹം അവിടുന്ന് തൻ്റെ ഈ നിയോഗം നിറവേറ്റാൻ വേണ്ടി അന്ന് കാട്ടിൻ്റെ ഏറ്റവും പുറം പ്രദേശമായ എരുമേലി പോലുള്ള സ്ഥലത്തെത്തുന്നു. അന്ന് അവിടെ വന്ന് അദ്ദേഹം തങ്ങിയത്, ഇന്നും ആ ഗൃഹം അവിടെ ഉണ്ട്. പുത്തൻ വീട് എന്ന് പറയുന്ന തമിഴ് വംശജരുടെ ഒരു ഗൃഹമാണ്. അവിടെ വയസ്സായ ഒരു അമ്മ മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞത് അന്ന് എരുമേലിയിൽ ഈ മഹിഷിയുടെ ഉപദ്രവം കാരണം എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സന്ധ്യ കഴിഞ്ഞാൽ ആണുങ്ങൾ ആരും അവിടെ താമസിക്കാൻ പാടില്ല. പുഴ കിടന്ന് അക്കരെ പൊയ്ക്കോളണം. അവിടെ ഉണ്ടെങ്കിൽ മഹിഷി തിരഞ്ഞു പിടിച്ച് അവരെ കൊന്നിരിക്കും. അപ്പോൾ ഈ പുത്തൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, മകനെ നീ ഇവിടെ നിൽക്കണ്ട, നീ പൊയ്ക്കോ, നാളെ രാവിലെ വന്നാൽ മതി, രാത്രി ഇവിടെ നിന്നാ ഉപദ്രവമാവും. പക്ഷേ ആ അയ്യപ്പസ്വാമി പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ ആ ഉപദ്രവത്തിനെ തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് അവിടെ തങ്ങുകയും ആ മഹിഷിയുടെ ഉപദ്രവം അന്ന് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. ആ മഹിഷിയുടെ നിഗ്രഹം കാണാൻ വേണ്ടി 30 മുക്കോടി ദേവതമാരും അവിടെ സന്നിഹിതരായിരുന്നു. അന്ന് സാക്ഷാൽ പരമശിവൻ അയ്യപ്പസ്വാമിക്ക് തുണയായിട്ട് അദ്ദേഹത്തിന്റെ ഭൂതഗണമായ ബാബുരന് നൽകുകയും മഹിഷി നിഗ്രഹത്തിനായി ഉടവാള് പൂജിച്ച് നൽകുകയും ചെയ്തു. ആ ഉടവാളാണ് മഹിഷി നിഗ്രഹത്തിന് ശേഷം അത് ഒരു ജലാശയത്തിൽ വൃത്തിയാക്കി എന്ന് പറയുന്നു. ആ ജലാശയം ഇന്നും എരുമേലി രുദ്രക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഉടവാളാണ് അവിടെ പുത്തൻവീടിലെ കാരണവർക്കും അമ്മയ്ക്കും അദ്ദേഹം തൻ്റെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചു. തിരിച്ച് പുലിക്കൂട്ടവുമായി പന്തളത്തെത്തി. അതെല്ലാം നമുക്കറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെട്ടത് തനിക്ക് തപസ് ചെയ്യാൻ തനിക്കായ ഒരു സ്ഥലം, അത് അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ശബരിമലയാണ്. അന്ന് അവിടെ ക്ഷേത്രമില്ല, വിഗ്രഹമില്ല. അയ്യപ്പസ്വാമി തന്നെ നിന്ന് അവിടെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു. പട്ടബന്ധസ്ഥനായിട്ടുള്ള വിഗ്രഹം അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. ശിലാവിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം ഇന്ന് മണിമണ്ഡപം എന്ന് പറയുന്ന അവിടെ ജീവസമാധി കൊള്ളുകയാണ് ചെയ്തത്. സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ സമാധി സ്വരൂപത്തിലുള്ള രൂപത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി ജീവസമാധിയിലൂടെ വിലയം പ്രാപിച്ച പുണ്യ കേന്ദ്രമാണ് ശബരിമല. അതുതന്നെയാണ് ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമലയിൽ പാടില്ല എന്ന് പറയുന്നത് പോലും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ മറ്റവർ പറഞ്ഞു പരത്തുന്ന പോലെ കാടാണെന്നോ മലയാണെന്നോ കയറാനുള്ള ബുദ്ധിമുട്ടോ ഒന്നുമല്ല. ഇത്രയും ഒരു ധർമ്മശാസ്താവ്, സമാധിസ്ഥ രൂപത്തിലുള്ള ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം
വിലയം പ്രാപിച്ച ക്ഷേത്രം. അത് തന്നെയാണ് ശബരിമലയുടെ പ്രത്യേകത. ശബരിമല മാത്രമാണ് ലോകത്ത് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം. ബാക്കി ക്ഷേത്രങ്ങളെല്ലാം ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളാണ്. അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ശബരിമലയാണ്. മാത്രമല്ല, അദ്ദേഹം അവിടെ ക്ഷേത്രം നിർമ്മിച്ചു, വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മാത്രമല്ല, അന്ന് ആ ശബരിമലയിൽ എങ്ങനെ വരണം, എന്തായിരിക്കണം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, എങ്ങനെയായിരിക്കണം ശബരിമല വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് വരെ കൃത്യമായി അതിന് നിഷ്ഠയുണ്ടാക്കി. അത് നമുക്കറിയണമെങ്കിൽ 100 വർഷത്തിന് മുമ്പ് രചിക്കപ്പെട്ട ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന ബുക്കിൽ അതിൽ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് എടുത്ത ഭാഗങ്ങളും അതിനകത്ത് കേരള പുരാണം എടുത്തിട്ടുണ്ട്. അതും ഇതും കൂടെ ചേർത്താണ് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശബരിമല എന്താണെന്നും അവിടുത്തെ വ്രതാനുഷ്ഠാനം എന്താണെന്നും എങ്ങനെയാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതെന്നും.